ഇതിപ്പോൾ ഇത് ചോദിക്കാനൊന്നുമില്ല. മാഷയുടെ അനുഭവങ്ങൾ, മാഷ് എങ്ങനെ ബാല്യം കൗമാരം ബുദ്ധിമുട്ടി പഠിച്ചു, ജോലിയിൽ പ്രവേശിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് മാഷ് പറഞ്ഞത്. ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ കഥയാണോ മാഷ് പറയണമെന്നൊരു തോന്നൽ. കാരണം പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ചെറിയ ഒരു താരതമ്യം കൂടി പറയുകയാണ്. കോഴിക്കോട് മാഷ് തളി സ്കോളർ മത്തായി മാഷാണ് സ്കോളർ ട്യൂട്ടോറിയൽ, കോഴിക്കോട് ഏറ്റവും വലിയ ഒരു ട്യൂട്ടോറിയൽ കോളേജാണ്. മാഷ് അവിടെ എന്താ പഠിച്ചു, മാഷ് അവിടെ പഠിച്ചു, ഞാനവിടെ പഠിപ്പിച്ചു. അങ്ങനെയാണ്. അന്ന് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. 70-ലാണ് മാഷ്, 60-ല് ഒരു 10 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. 62. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇതുമാതിരി ജോലി, അപ്പോൾ അമ്മാവൻ കോഴിക്കോടുണ്ടായിരുന്നപ്പോൾ അവിടെ പോയി തരീക്ഷ, അവിടെ പോയി അവിടുത്തെ കാലത്തോട്ട് കുറേ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും, ഉച്ചയ്ക്ക് ക്ലാസ് എടുക്കും, വൈകിട്ട് വലിയൊരു മറ്റേ കോഴ്സ് ചേർന്നത് അവർക്ക്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കേട്ടുമ്പോൾ അതൊക്കെ തോന്നിയെന്ന് മാത്രം. പിന്നെ മാഷ് അവസാനം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ്, അവിടെ നിന്നല്ല റിട്ടയർ ചെയ്തത്. അവിടെ റിട്ടയർ ചെയ്ത് കോളേജിൽ ശ്രീകൃഷ്ണ കോളേജ് 88-ല് പോയി. അല്ല, 68-ല് ജോയിൻ ചെയ്ത് ശ്രീകൃഷ്ണ 67 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഞാനും ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. കേരളവർമ്മയിൽ നിന്ന് കഴിഞ്ഞ് എനിക്ക് ഇതുമാതിരി തന്നെ ചില കാരണങ്ങളുകൊണ്ട് സയൻസ് പഠിച്ചു. ഡിഗ്രിക്കും ചേരണമെന്നുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. കാരണം ഗ്രൂപ്പ് ഇതാവേ കാരണം അവിടെ പോയി അവിടെ കിട്ടുമെന്ന് വിചാരിച്ചു, അവിടെ കിട്ടിയില്ല. അപ്പം ഞാൻ 67-ലാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ചേർന്നത്. മാഷ് അവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞമാതിരി ഇംഗ്ലീഷാണ് മാഷ് എടുത്ത സബ്ജക്റ്റ്, ഞാൻ സയൻസായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ വലിയൊരു അടുപ്പം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ KV രാമകൃഷ്ണൻ മാഷ് വളരെ പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്. അപ്പം അങ്ങനെ കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചില താരതമ്യങ്ങൾ ഉണ്ടാവുന്നു. മാഷ് ഒരു നിലയിൽ അറിയപ്പെടുന്ന ഒരു കവി, ഒരു വിവർത്തകൻ, ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് വിശിഷ്ടാംഗത്വം കേരള സാഹിത്യ അക്കാദമിയിൽ. ഇതിലൊക്കെ മാഷ് എത്തി. നമ്മളൊക്കെ കുറേ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഒരു മാധ്യമ പ്രവർത്തനം നടത്തി തിരിച്ചു വന്ന് വീട്ടിലെത്തിയിരുന്നു. നമുക്ക് ഇത്രയ്ക്ക് മതി എന്നൊരു തോന്നൽ. മാഷ് ആദ്യം പറഞ്ഞ സമയത്ത് വീടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അമ്മയെക്കുറിച്ച് പറഞ്ഞു, അമ്മയുടെ തണലിൽ പറഞ്ഞു. പക്ഷെ അച്ഛനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നൊരു തോന്നൽ വന്നു. എന്തുകൊണ്ട് വളരെ അമ്മയുടെ സംരക്ഷണത്തിൽ മാത്രം വളർന്നു, അച്ഛനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതും കൂടി ആവാമായിരുന്നു എന്ന്. അത് എന്തുകൊണ്ടെന്നുള്ളതല്ല, ഇപ്പോഴത്തെ കാലത്തെ സർട്ടിഫിക്കറ്റിൽ ആരുടെ പേര് എഴുതുന്ന വെച്ചാൽ അമ്മയുടെ പേര് എഴുതിയാൽ മതി, അതുകൊണ്ടല്ല. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ അതും കൂടി കേൾക്കാനൊരു ആഗ്രഹം അത്രയേ ഉള്ളൂ. മാഷ് പറയണമെന്നില്ല, അത് അങ്ങനെ. അത്തരം കാര്യങ്ങളിൽ വലിയൊരു ഇതാണ് മാഷിൻ്റെ ആ ഒരൊറ്റ ഒരു ഡിറ്റർമിനേഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഡ്രാക്കുളൊക്കെ പിന്നെ അവിടുന്ന് ഒരു കാര്യം കൂടി വ്യക്തത. മാഷ് അതേ ഒരു സാഹചര്യത്തിൽ വളർന്ന് മാഷ് എങ്ങനെ ഇത്രയും വലിയ ആളുകളുടെ മറ്റേ NP കൃഷ്ണമാചാര്യര് ഇവരെയൊക്കെ കൂട്ടത്തിലേക്ക് അവിടെ എങ്ങനെ ഇവിടെ പെട്ടെന്ന് എത്തിപ്പെട്ടു എന്നുള്ള ഒരു അത് നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതും കൂടി എന്നാ മനസ്സിലായില്ല. എങ്ങനെ എത്തണം? സാധാരണ ഒരു മനുഷ്യനായി സാധാരണ പഠിക്കണമെന്നൊക്കെ മോഹൊക്കെ ആയിട്ട് നടക്കുന്നു, ചായ ഉണ്ടാക്കുന്നു, പഠിച്ചു, അതൊക്കെ ചെയ്ത് മാഷ വലിയൊരു ലോകത്തിൽ എങ്ങനെയാണ് ഈ MTയുടെ ഒക്കെ അടുത്ത് എത്താൻ? നമ്മളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലും MT കാണാനും കൂടി പറ്റുന്നില്ല. മാഷയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് മാഷ അവരുടെ കൂട്ടത്തിൽ അവരിലൊരാളായി എങ്ങനെ എത്തി? അതും കൂടി ഒരു വ്യക്തത വളർത്താൻ കിട്ടിയാൽ കുറച്ചുകൂടി നല്ലതായി തോന്നും. എങ്ങനെയാണ് അവിടെ എത്തിയത്? ഈ ഒരു സംഘത്തിൻ്റെ ഒരു അംഗമായത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ
കവിതയുടെ വിത്ത് മുളയ്ക്കുന്നതിന് മുമ്പ് നനയുന്ന ഘട്ടം മുതൽക്ക് പറയേണ്ടി വരും. നനഞ്ഞ വിത്താണല്ലോ പിന്നീട് ഇങ്ങനെ മുള പൊട്ടുകയും പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അവിടെ മുതൽക്ക് പറഞ്ഞാലേ ഇത് ക്ലിയർ ആവുള്ളൂ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിത എഴുതിയിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിത എഴുതിയത് ഒക്ടോബർ 1-ാം തീയതി എഴുതിയ കവിത 1944, 45, 46 1946 ഒക്ടോബർ 1-ാം തീയതി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയല്ലേ. അപ്പം ഞാൻ അവിടെ അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് പിറ്റേന്ന് കാലത്ത് മാല കെട്ടാനുള്ള പൂ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നുന്നത്, നാളെ ഒക്ടോബർ 2 ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് ഓരോ പൂ പാർട്ട് പുറത്തേലിടുന്നത്. അപ്പം തോന്നി ഒക്ടോബർ 2 നിന്റെ ഭാഗ്യം. ഓർക്കാത്തതായുള്ള ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നു വന്നാൽ അവരെ വിളിക്കാം പശുക്കളെന്നുള്ളത് സത്യമല്ലേ. ഇതെന്ന് 4 വരി ഇതിങ്ങനെ വീണിട്ടപ്പോൾ ഇതെന്താ കാലത്ത് എന്താ വൃത്തം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ അതിൽ ഒക്ടോബർ 2 ബഥ എന്താ ഈ ബഥ എനിക്കറിയാൻ വയ്യ. ഇവിടേക്ക് എത്തിച്ചത് ഈ ഒരു താളബോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പദങ്ങൾ വാക്കിന് വാക്ക് ചേർക്കാനുള്ള ഒരു ശീലത്തിലേക്ക് എന്നെ എത്തിച്ചത് അമ്മയുടെ രാമായണമാണ്. അമ്മ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് സ്കൂളിലേക്ക് അമ്മ 5ാം ക്ലാസ്സിലേക്ക് 1ാം ക്ലാസ്സിലേക്ക് 5 വയസ്സാകുമ്പോൾ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് മുമ്പ് തന്നെ അമ്മ ഇരുന്ന് രാമായണം വായിക്കുമ്പോൾ എന്നെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ഒന്നുമില്ല, വേറെ അമ്മ വായിക്കത്തുള്ളൂ, അടുത്ത് പിടിച്ച് ഞാൻ അടുത്തിരിക്കണം, രാമായണം വായിക്കുന്ന കേൾക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഞരമ്പിൽ സ്വതസിദ്ധമായി ഉണ്ടായിരുന്ന താളബോധം അതൊക്കെ വളരെ വിശദീകരിക്കില്ല. താളം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യജീവിയുടെയും പിറവിയിൽ കിട്ടുന്ന സ്വത്താണ്. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ തോളിലിട്ട് വളർത്തുന്നത്, തോളിലിട്ടിട്ട് ചന്തിക്ക് തട്ടുന്നില്ലേ, താളം പിടിക്കണം അല്ലേ, താളം പിടിക്കുമ്പോൾ ആ താളത്തിലാണ് കുട്ടി ഉറങ്ങുന്നത് അല്ലേ. ഈ താളം എന്ന് പറയുന്നത് കുട്ടിയുടെ അല്ലെങ്കിൽ ഓരോ ജീവൻ്റെയും ജീവനാണ്. ഈ താളബോധത്തെ നമ്മൾ കരിച്ചു കളയുന്നു നമ്മുടെ ചുറ്റുപാടുകളുടെ പ്രത്യേകത കൊണ്ട്. അതാണ് സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ടാണ് തീരെ താളബോധമില്ലാതെ ഇന്ന് നമ്മുടെ കുട്ടികൾ കവിത എഴുതുന്നത്. താളം എന്തെന്ന് പറയുന്നത് പോലും അശ്ലീലമായി കഴിഞ്ഞിട്ടുള്ള കാലമാണല്ലോ ഇന്ന്. താളം എന്ന് പറയുന്നത്, വൃത്തം എന്ന് പറയുന്നത്, ഛന്ദസ് എന്ന് പറയുന്നതൊക്കെ അശ്ലീലമാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ എനിക്ക് എൻ്റെ അമ്മ പകർന്നു തന്നിട്ടുള്ള ഈ ഞരമ്പിലുള്ള ഈ താളബോധത്തിൽ നിന്ന് വിട്ട് നടക്കാൻ പറ്റില്ല. എനിക്ക് വാക്കുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ താളത്തിലേ ഉള്ളൂ. അത് എൻ്റെ പരിമിതിയാവാം, ഇവരുടെയൊക്കെ അനുഗ്രഹവുമാവാം. ആ താളബോധത്തെ അവതരിപ്പിക്കുക ആവശ്യമില്ല എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ അനുഗ്രഹമാവാം. പക്ഷെ ആ അനുഗ്രഹം എനിക്ക് എൻ്റെ തലയിലില്ല, അനുഗ്രഹത്തിൻ്റെ കൈ എൻ്റെ തലയുടെ മുകളിലില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ പരിമിതികൾ മനസ്സിലാക്കുകയാണ് നല്ലത്. എനിക്ക് അങ്ങനെ കവിത എഴുതാൻ വായിക്കും. എൻ്റെ ഒരു പദം വന്നാൽ ആ പദത്തിൻ്റെ പുറകെ വരുന്ന മറ്റൊരു പദത്തിന് വ്യക്തമായ ഒരു ഋതമുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ മറ്റൊന്നും കൂടെ പറയട്ടെ. ഒരു ഇപ്പം ഇത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ തോന്നുന്നു ഒരു വാചകം, നോ ഇമോഷണൽ എക്സ്പ്രഷൻ ഈസ് പോസിബിൾ വിത്തൗട്ട് റിതം. No emotional expression is possible
വിത്തൗട്ട് റിതം. ഇത് ആര് പറഞ്ഞാന്നറിയാം? ആര് പറഞ്ഞാന്നറിയാം? ആര് പറഞ്ഞറിയോ? അരവിന്ദ് ഘോഷ്. അരവിന്ദ് ഘോഷിൻ്റെ മഹാകാവ്യമുണ്ട്, കവിതകളുണ്ട്. കവിതയെക്കുറിച്ച് നിരന്തരമായി അദ്ദേഹം എഴുതി പോന്നിട്ടുള്ള നിരൂപണ ലേഖനങ്ങളുണ്ട്. ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അരവിന്ദ് ഘോഷിൻ്റെ വാചകമാണത്. അരവിന്ദ് ഘോഷ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ടാഗോറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ടാഗോറിനെ പോലും പരിശ്രമിപ്പിച്ചിട്ടുള്ള ലോക കവിതയുടെ ഒപ്പം നിന്ന ഈ ലോക കവിത, ലോകത്തിലെ ഇംഗ്ലണ്ടിലെ നിരൂപകന്മാർ ഇയാളെ ഈ സ്വാമിയെ നമ്മുടെ മഹർഷി അരവിന്ദ് എന്നല്ലേ നമ്മൾ പറയാറ്. മഹർഷി അരവിന്ദ് എന്നല്ലേ പറയാം. ഈ മഹർഷിയെ ഭയപ്പെട്ടുകൊണ്ട് മഹർഷിയുടെ കാവ്യ സങ്കല്പങ്ങളെക്കുറിച്ച്, കവിതയെക്കുറിച്ച് ഒക്കെ എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഇംഗ്ലീഷിലെ നിരൂപകന്മാർ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയും വലിയ മനുഷ്യനായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ. നമ്മളെ ഇന്ത്യയിൽ അരവിന്ദ് ഘോഷിനെ അറിയുന്ന എത്ര പേരുന്നുണ്ടാവും? വളരെ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ അരവിന്ദ് ഘോഷിനെ അറിയുന്നവരുണ്ടാവുള്ളൂ. മറ്റൊന്നും അറിയുമായിരിക്കാം, അരവിന്ദ് ഘോഷ് എന്ന സന്യാസിയാണെന്ന് അറിയുമായിരിക്കാം. അരവിന്ദ് ഘോഷ് സന്യാസിയായിരുന്നു എന്നുള്ളത് പിന്നീട് വരുന്നു. മഹർഷി അരവിന്ദ് ഘോഷാവും പിന്നീടാവും. അദ്ദേഹം മഹാകവിയായിരുന്നു, ലോകമഹാകവിയായിരുന്നു. അരവിന്ദ് ഘോഷിൻ്റെ വാചകമാണ് ഇമോഷണൽ എക്സ്പ്രഷൻ ഇസ് പോസിബിൾ വിതൗട്ട് റിതം. താളമില്ലാതെ ഇമോഷണൽ എക്സ്പ്രഷൻ ഇല്ല എന്ന് അത് വിശ്വസിക്കുന്നതല്ല, അനുഭവിക്കുന്നതാണ്. വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷെ മാറ്റിവെക്കാവുന്നതിൻ്റെ ഉള്ളിൽ മാറ്റിവെക്കാവുന്ന, പക്ഷെ അതല്ല, അനുഭവിക്കുന്ന സത്യം ആണ് ഈ താള സംവിധാനം. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ പറയട്ടെ, കവിതയിൽ വൃത്തം എന്നൊക്കെ പറയുന്നത് ഈ താളത്തിൻ്റെ ഒരു സംവിധാനം മാത്രമാണ്, നമ്മുടെ വൃത്തമല്ല കവിത. വൃത്തത്തിൽ എഴുതിയ കവിതയാവുന്നില്ലയോ? വൃത്തത്തിൽ എഴുതിയ കവിതയാവുന്നില്ലയോ? സംശയിക്കുന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, പക്ഷെ വിനയത്തോട് ആദരത്തോട് വേണ്ട, അത് പറഞ്ഞു നല്ല പേര് പറയുന്നത് വേണ്ട. കുഴപ്പമൊന്നും ഇല്ലാത്ത ആർക്കും അപകടമാവാത്ത ഞാൻ പറയാം. അഷ്ടാംഗഹൃദയില്ലേ? അഷ്ടാംഗഹൃദയില്ലേ? കേകയില്ലേ? അല്ല, അനുഷ്ടുപ്പല്ലേ? അഷ്ടാംഗഹൃദയം മുഴുവൻ അനുഷ്ടുപ്പിലാണ്. മനോഹരം, ഒരു വൃത്തഭംഗവും ഇല്ലാത്ത അനുഷ്ടുപ്പാണ്. നമ്മളത് മഹാകാവ്യം എന്ന് പറയാറുണ്ടോ? മഹാകവി എന്ന് നമ്മൾ പറയാറില്ല. അഷ്ടാംഗഹൃദയത്തിന് ഞാൻ മറ്റൊരു വ്യക്തികളെ പറഞ്ഞിട്ട് ഇതാക്കണ്ട, ആരെയും പണക്കണ്ട, കുഴപ്പമില്ല. അഷ്ടാംഗഹൃദയം നമ്മളാരും പറയാം. വൃത്തത്തിൽ എഴുതിയ കവിതയാവില്ല. വൃത്തമല്ല കവിതയാക്കുന്നത്. വൃത്തമല്ല അവൻ എഴുതുന്ന വാക്കുകളുമല്ല കവിതയാക്കുന്നത്. വാക്കുകളുടെയും വൃത്തത്തിൻ്റെയും അപ്പുറത്ത് ആണ് കവിത എന്ന് പറയുന്നത്. വാക്കുകളുടെ അപ്പുറത്താണ് കവിത. വാക്കുകളല്ല കവിത, വാക്കുകളുടെ അർത്ഥമല്ല കവിത, വാക്കുകളുടെ അർത്ഥത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് കവിത. ഞാൻ ചോദിക്കട്ടെ, വളരെ ഞാൻ നിർത്താട്ടോ. ഇതങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാം. ഒറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം. വയലോട്ടിയുടെ വഴിയില്ലേ? മറ്റു പൂച്ചെടി ചെന്നു തിന്നാനും ഒറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം. ഈ വാക്കുകളുടെ അർത്ഥമാണോ അവിടെ കവിതയാവുന്നത്? അതെ. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വാർത്തകളോ? മറ്റു പൂച്ചെടി ചെന്നു തിന്നാൻ ഒറ്റനാടിനുണ്ട് ഇപ്പോഴേ മോഹം. വാക്കുകളുടെ അർത്ഥമാണോ കവിതയാക്കുന്നത്? വാക്കുകളുടെ അർത്ഥത്തിൻ്റെ, താളത്തിൻ്റെ, വാക്കുകളുടെ അർത്ഥത്തിൻ്റെ അത് 7 മഴവെല്ലുകളുടെ അപ്പുറത്താണ് കവിത, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വാക്കുകളല്ല കവിതയാക്കുന്നത്, വാക്കുകളുടെ അർത്ഥമല്ല കവിതയാക്കുന്നത്, താളവുമല്ല, വൃത്തവുമല്ല കവിതയാക്കുന്നത്. അതിൻ്റെ അപ്പുറത്താണ് കവിത. ആ അപ്പുറത്തുള്ള കവിതയ്ക്ക്, അതിൻ്റെ അപ്പുറത്തുള്ള കവിതയിലേക്ക് നമുക്ക് കണ്ണു തുറന്നു വിട്ടാണ് കവിത വായിക്കുമ്പോൾ വേണ്ടത് എന്നർത്ഥം. ഞാൻ എന്നോട് ചോദിച്ചിരുന്നത്
അച്ഛൻ്റെ കാര്യമാണ്. എൻ്റെ അച്ഛന് വലിയ പ്രതിഭാസം, ഒരു അത്ഭുത പ്രതിഭാസമാണ്. അച്ഛന് ഒരു ജോലി ഉണ്ടായിരുന്നില്ല, ഒരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ അച്ഛന് 2 ചെവിയും കേൾക്കുമായിരുന്നില്ല, വളത്തോട്ട് പോലെ. അങ്ങനെ വായുവിൽ എഴുതി കൊടുത്താൽ അച്ഛന് മനസ്സിലാവും, അങ്ങനെ എഴുതി കൊടുത്താൽ. അല്ലെങ്കിൽ ഞാൻ അച്ഛനും ഞാനും മാത്രമായിട്ട് 1-2 കൊല്ലം താമസിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ രാത്രി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അച്ഛൻ പറയും, ഞാൻ പുറത്ത് എഴുതി കൊടുക്കും. അങ്ങനെ അച്ഛന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാനോ അതിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അച്ഛന് കഴിയുമായിരുന്നില്ല. അച്ഛൻ ഞാൻ നാട്ടിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ മരിക്കുകയും ചെയ്തു. അച്ഛനൊരു എൻ്റെ ഒരു അധ്യായത്തിൽ അച്ഛൻ അവർ പറഞ്ഞിട്ടുണ്ട് അച്ഛനെക്കുറിച്ച്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഞാൻ അങ്ങനെ പറയട്ടെ, എന്നെ മോൾഡ് ചെയ്യുന്നതിൽ അറിയാതെ മോൾഡ് ചെയ്യുന്ന ആളെ. ഞാൻ മോൾഡ് ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ രാമായണം വായിക്കുമ്പോൾ അടുത്ത് പിടിച്ചിരുത്തുന്നത്. രാമായണം വായിക്കുമ്പോൾ അടുത്ത് പിടിച്ചിരുത്തുന്നത് തന്നെ മോൾഡ് ചെയ്യുകയാണ് ഞാൻ. അമ്മയ്ക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. അമ്മയ്ക്ക് സാഹിത്യമൊന്നുമില്ല. അമ്മയ്ക്ക് സാഹിത്യമൊന്നുമില്ല എന്നുള്ളതിന് SK കേട്ടോട്ട് എൻ്റെ വീട്ടിൽ വന്നു. SK എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ താമസം അമ്മയെ കാണാൻ വരിക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നിട്ട് അമ്മയോട് ഇരുന്ന് വർത്താനം പറയുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഒരു സാഹിത്യം അറിയില്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ അറിയാം, നിങ്ങൾ പറയാറുണ്ട്, താങ്ങൂട്ടി അമ്മ പറയാറുണ്ട് നിങ്ങളൊക്കെ. എന്നിട്ട് എനിക്കൊരു സാഹിത്യമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, കാട്ടുപോയിട്ട് എന്ത് സംക്രാന്തിയാണ്. SK നീട്ടിട്ട് ഉടനെ പറഞ്ഞു, ഇതല്ലേ ഏറ്റവും വലിയ സാഹിത്യം, ഇതല്ലേ ഏറ്റവും വലിയ സാഹിത്യം എന്ന് SK പറഞ്ഞു. ഞാൻ എൻ്റെ ആത്മകഥയിൽ ഒരു ചാപ്റ്റർ SK ആണ്. അതിൽ എന്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരാനിടയായ കാര്യം, എൻ്റെ വീട്ടിൽ നിന്ന് വന്നത്, നിങ്ങൾ കോഴിക്കോട് ഒരുമിച്ചുണ്ടായിരുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഗുരുവായൂർ എസ്റ്റേറ്റ് സ്വീകരണം കൊണ്ടത്തോളം ഞാനീ വെട്ടി കിട്ടിയ സമയത്ത് SKക്ക് ഒരു പക്ഷേ ഒരിടത്തും അതുപോലൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ അറിയാമോ, ഗുരുവായൂരത്ത് അന്നത്തെ ഏറ്റവും തലയെടുപ്പുള്ള 3 കൊമ്പനാനകളാണ് SK സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എവിടെ കൊമ്പനാനകൾ വെച്ചുകൊണ്ട് SK സ്വീകരണം കിട്ടിയിട്ടുണ്ട്? കേരളത്തിൽ വേറെ എവിടെ ഉണ്ടായിട്ടുണ്ടാവും? ഒരിടത്തുണ്ടാവും. 3 കൊമ്പനാനകൾ, 3 അതിൻ്റെ പറയൊക്കെ ഇന്നും എൻ്റെ കയ്യിലുണ്ട്. സൂചിപ്പിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടേക്ക് ഒന്നും കടക്കുന്നില്ല. അച്ഛനെ കുറിച്ച് പറഞ്ഞ് വേറെ എന്തോ ഉണ്ട് സംശയം പറഞ്ഞു. അവിടേക്ക് എത്താനുള്ള ഒരു ഞാൻ ഓർക്കുന്നത് എൻ്റെ കവിതയാണ്. ഞാൻ കോട്ടയ്ക്കിൽ എത്തുന്നത്, കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 54 മദിരാശി എത്തുന്നു. മദിരാശിയിൽ എത്തിയിട്ട് തന്നെ എന്നെ കവിയാണല്ലോ ഞാൻ എന്നൊരു തോന്നലുണ്ടാക്കിയത് ജയകേരളത്തിലെ അപ്പുകുട്ടിക്കുട്ടനാണ്. ജയകേരളത്തിൻ്റെ എഡിറ്റർ, അന്നത്തെ ജയകേരളത്തിൻ്റെ എഡിറ്റർ അപ്പുകുട്ടിക്കുട്ടനാണ് എന്നെ കവിത എഴുതാൻ പ്രേരിപ്പിച്ചതും. എന്നെ കവിയാണല്ലോ ഞാനും എന്നൊരു തോന്നൽ എന്നിൽ ഉണ്ടാക്കിയത്. ഞാൻ എഴുതിയ കവിത മുഴുവൻ അത് ഇദ്ദേഹം ജയകേരളത്തിൽ പ്രസിദ്ധം ചെയ്തത്. ഞാൻ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ കവിയാണ് എന്നുള്ളത് ഒരു അഹംഭാവത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഒന്നും ആയിട്ടില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇവരുടെ ഇടയിൽ ചെല്ലുമ്പോഴാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്നത് ഈ വലിയ മനുഷ്യർ വെളിച്ചങ്ങളുടെ മുമ്പിൽ എത്തുമ്പോഴാണ് എൻ്റെ കൈത്തിരിട്ട് നിറമില്ല എന്താ പറയുക നിസ്സാരത ഞാൻ തിരിച്ച് അറിയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാണ്ട് പറ്റില്ല എന്ന് തോന്നിയത്. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു വാശിയല്ലേ. എനിക്ക് രസമീ നിന്നോന്നതമായ വഴിക്ക് വേറൊരു പായിക്കാൻ ഇതിൽ ഇതില്ല ഞാൻ ഈ രശ്മികളെ എന്ന്
എൻ്റെ കവിതയിൽ എൻ്റെ ഗുരുവായ ഇടശ്ശേരി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനത് നിരന്തരം വായിച്ചു പോന്നിട്ടുണ്ട്, ഇപ്പോഴും ഓർക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഇതിൽ ഞാൻ ഈ രശ്മികളെ എന്ന വീറ് എന്ന വാശി, നല്ല വാശിയൊക്കെ നല്ല പരിചയമില്ലേ, എൻ്റെ വാശിയും പിടിവാശിയും സാധ്യങ്ങളും ഒക്കെ സഹിക്കാനും കൊണ്ടു നടത്താനും മാഷ് 2 തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടു. അധ്യാപകനായിട്ടും അതിനുശേഷം പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പത്രത്തില് മാതൃഭൂമിയിലെ ആഴ്ചപ്പതിപ്പില് അല്ലെ അതിലായിരുന്നു. മാഷക്ക് ഈ 2 ജോലികളിൽ നിന്ന് കൂടുതൽ സംതൃപ്തി കിട്ടിയത് ഏത് ജോലിയിൽ ഇരിക്കുമ്പോഴാണ് എന്നാണ് അറിയേണ്ടത്. സംതൃപ്തിക്ക് ഒരു പരിധിയുണ്ടോ? അധ്യാപനത്തിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിക്ക് ഒരു നിറവുണ്ട്. പത്രാധിപരുടെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ നിറവിൻ്റെ പിന്നെ വ്യത്യസ്തമായ ഒരു നിറവാണ്. പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഗൗരവമുള്ള ഒരു ആനുകാലികത്തിൻ്റെ പത്രാധിപത്യം എന്ന് പറയുന്നത് ശാപമാണ്. ഇതിനെന്നെ അനുഭവം എന്ന് പറയുന്നതാണ്. മാതൃഭൂമിയിൽ 5-8 കൊല്ലം ഞാൻ വർക്ക് ചെയ്തതാണ്. ഏറ്റവും എളുപ്പത്തിൽ ശത്രുക്കളെ സമ്പാദിക്കാൻ പറ്റുന്ന രംഗമാണ്. ഏറ്റവും എളുപ്പമാണ്, വളരെ എളുപ്പത്തിൽ ശത്രുക്കളെ സമ്പാദിക്കാം. മിത്രങ്ങളെ സമ്പാദിക്കേണ്ട പ്രശ്നമില്ല. കാരണം ഒരു പുതിയ ആളെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ പുതിയ ആളുടെ കവിത നമ്മൾ കണ്ടെത്തിയിട്ട് കൊള്ളാമല്ലോ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ആ കവിത നന്നായതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മുടെ കേമത്തല്ലല്ലോ. കവിത നന്നായി, അയാൾ നന്നായിട്ട് കവിത എഴുതിയത്, അയാൾ അതിന് നമുക്കൊരു ക്രെഡിറ്റ് ഒന്നുമില്ല. കണ്ടെത്തി എന്നുള്ളത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ് അല്ലേ. അവിടെ ഒരു ആ രീതിയിലൊരു സംതൃപ്തി അവകാശപ്പെടുന്നതിന് ഇപ്പം രാജൻ എപ്പോഴും പറയാറുണ്ട്. രാജനെപ്പറ്റി അടുത്ത ദിവസം കൂടി കണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. രാജൻ്റെ ഒരു കഥ ആദ്യമായിട്ട് മാതൃഭൂമിയിൽ കൊടുത്തപ്പോൾ അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി. അതിൻ്റെ പേര് മാറ്റിയതുകൊണ്ട് ഇന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. ചർച്ച ഈ അടുത്ത ദിവസം ഒരു ലേഖനത്തിൽ ആരോ എഴുതിയിട്ടുണ്ട്. ഞാൻ അത് രാജനെ കണ്ടെത്തിയത് ഞാനാണോ? അങ്ങനെ ഞാൻ പറയുന്നു എന്നുണ്ടെങ്കിൽ വിവരക്കേട് പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഞാനല്ല. ഇത് നല്ല കഥ എഴുതുന്നു. ഞാൻ ഈ രാജനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ തൃശ്ശൂരല്ലേ രാജനെ കൊടുക്കുന്നുണ്ടേ. എനിക്ക് കിട്ടിയിരുന്നത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ രാജൻ ഞാൻ കണ്ടെത്തി വെച്ചുകാരനൊന്നുമല്ല. അങ്ങനെ എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യമായിട്ട് എൻ്റെ കയ്യിലൂടെ പുറത്ത് വന്നപ്പോൾ എഴുത്തുകാരുണ്ട്. അവരാരും ഞാൻ കണ്ടെത്തില്ല. അവർ നന്നായിട്ട് എഴുതി എൻ്റെ കൈ അത് ആദ്യമായിട്ട് അത് എൻ്റെ കയ്യിലൂടെ പ്രസിദ്ധം ചെയ്യപ്പെടാനിടയായി എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ് പത്രാധിപത്യത്തിൽ എനിക്കുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഒരുപാട് ശാപം എൻ്റെ തലയിൽ കൊണ്ട് ഞാനത് തിരിച്ച് അറിയുന്നതാണ്. ഒരുപാട് ആൾക്കാരുടെ ശാപം എൻ്റെ തലയിലുണ്ട്. ഒരു ഏറ്റവും നന്നാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവർ മാതൃഭൂമിക്ക് അയക്കുന്നത്. എനിക്ക് മാതൃഭൂമിയിൽ കൊടുക്കാൻ കൊള്ളില്ല തോന്നി ഞാൻ കൊടുക്കാറില്ല. ചിലത് വിനയപൂർവ്വം തിരിച്ചയക്കും, ചിലത് കൊട്ടയിലിടുകയും ചെയ്യും. അതൊരു അതാണ് ഈ പറഞ്ഞ ശാപമാണ്. അവരുടെ ജോലി എന്ന് പറയുന്നത് ഞാനത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പത്രാധിപരുടെ ഒരു
ഇത്തരം ഒരു ആനുകാലികത്തിൻ്റെ പത്രാധിപത്യം എന്ന് പറയുന്നത് കൂടാത്ത ചെടിയാണ്. ഒരു കാലത്ത് പൂക്കാത്ത ചെടിയാണ്. അതിന് സംതൃപ്തിയുടെ നിറം വേറെയാണ്. അതിൻ്റെ സംതൃപ്തിയുടെ നിറം വേറെയാണ്, വാസന വേറെയാണ്. മറ്റ് അധ്യാപനത്തിൻ്റെ സംതൃപ്തിയുടെ സുഗന്ധവും നിറവും രണ്ടും എനിക്ക് ഇഷ്ടവും. എല്ലാവർക്കും ആഗ്രഹിക്കുന്ന നമസ്കാരം. ഇവിടെ ഭൂരിപക്ഷം പേരെയും എനിക്കറിയില്ല, എന്നെയും ഭൂരിപക്ഷം പേർക്ക് അറിയില്ല. കാരണം ഞാൻ ലിറ്റററി ഫോറത്തിൽ അംഗമല്ല, സാഹിതിയിലും അംഗമല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. രാമകൃഷ്ണ സാറും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞാനും രാമകൃഷ്ണ സാറും 15-20 വർഷമായിട്ട് വളരെ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഞാൻ വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് നോക്കിക്കാണുന്ന വ്യക്തിത്വമാണ് രാമകൃഷ്ണ സാറ്. നന്ദകുമാറാകത്ത് ഞാൻ കുറ്റൂക്ക് കസ്തൂർബ സ്മാരക വായനശാലയുടെ പ്രസിഡന്റാണ്. പിന്നെ സഹൃദയവേദിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അങ്ങനെ അത്യാവശ്യം ചില സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. റിട്ടയർഡ് ബാങ്കറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറ്റമുക്കിലെ വായനശാലയുടെ ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന ചടങ്ങിൽ സാറിനെ ക്ഷണിക്കാനായിട്ട് സാറിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് സാറ് പറഞ്ഞു. ഈ പരിപാടി നടക്കുന്നതിനെ കുറിച്ച് എനിക്കറിയാം, ഞാനിപ്പോൾ ആൾ കാണാറുണ്ട്, പക്ഷെ വരാൻ പറ്റാറില്ല. സാറപ്പോൾ പറഞ്ഞു ഇങ്ങനെ ശനിയാഴ്ച പരിപാടിയുണ്ട്, അപ്പോൾ ആരൊക്കെ വരുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറുണ്ട്, പിന്നെ രവീന്ദ്ര മാഷുണ്ടെന്ന് പറഞ്ഞു, പിന്നെ എസ് കെ വസന്ത സാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സാർ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയാണ്, എളുപ്പമുള്ള വ്യക്തിയാണ്. കൂടാതെ രവീന്ദ്ര മാഷ് എൻ്റെ അധ്യാപകനാണ്. സെൻറ് തോമസ് കോളേജിൽ 79-82 കാലഘട്ടത്തിൽ ഞാൻ കെമിസ്ട്രി BSc പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അധ്യാപകനാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നതും ഇതിൽ പങ്കെടുത്തതും. സാറിനോട് ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാനില്ല. സാറിൻ്റെ പക്ഷെ ഇത്രയും വർഷത്തെ ആ ഒരു ദിവസവും ഞങ്ങൾ കാണുന്ന വെച്ചാൽ സാറും ടീച്ചറും കൂടിയിട്ട് രാവിലെ ഞാൻ ഒരു 6-6:30 മണി നേരത്ത് എൻ്റെ വീടിന് മുമ്പിൽ നടന്നു പോവാം. അപ്പോൾ ഇവർ നടന്നു പോകുന്നതിന് വളരെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശരിക്കും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഒരു ദാമ്പത്യം, നല്ല ദാമ്പത്യത്തിൽ ജീവിക്കുന്ന വ്യക്തികളൊക്കെ ശ്രദ്ധിക്കണം. ഇവർ വർത്തമാനം പറഞ്ഞ് ഇടയ്ക്ക് കയ്യിൽ പിടിക്കും. അപ്പോൾ ടീച്ചറെ ഇറക്കുന്നത് ചെയ്യാൻ പോകുമ്പോൾ സാറൊന്ന് പിടിക്കും. ഇങ്ങനെ വളരെ ഞാൻ വാസ്തവം പറഞ്ഞാൽ ഞാൻ സിറ്റൗട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കാറുണ്ട്, കൗതുകത്തോട് നോക്കാറുണ്ട്. സാറ് കാണാതെ തന്നെ വളരെ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു ഇതാണ്. അത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനിവിടെ വന്നതും ഇന്നത് കേട്ടതും. സാറൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും പല കാര്യങ്ങളും എനിക്കറിയില്ല. ചില കാര്യങ്ങളൊക്കെ സാറ് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സാറിൻ്റെ വിശദമായിട്ട് സാറ് ജോലി ചെയ്ത കാര്യങ്ങൾ, മാതൃഭൂമി, ശ്രീകൃഷ്ണ കോളേജ് അതെല്ലാം എനിക്കറിയാം. പക്ഷെ സാറിൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ കാൽപ്പാടുകളെ കുറിച്ച് സാറ് പറഞ്ഞതൊന്നും എനിക്ക് അറിയില്ല. അതൊന്ന് വന്ന് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇത്തരം പരിപാടികൾ ഇവിടെ ഈ നിങ്ങളെല്ലാ ശനിയാഴ്ചയും ഇവിടെ പരിപാടി നടക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ വായനശാലയിൽ പറയാറുണ്ട്. ഞങ്ങളവിടെ മാസത്തിലൊരു പരിപാടി നടത്താനായിട്ട് എന്നെ കഷ്ടപ്പെടുകയാണ്. പലതരത്തിലുള്ള പരിപാടി, ബാലവേദി, വനിതാ വേദി, വയോജന വേദി, ഇല്ലാത്ത വേദികളില്ല. അതുപോലെ പലതരം പരിപാടികളും എല്ലാം നടക്കാറുണ്ട്. അതുപോലെ ലൈബ്രറി കൗൺസിലിന്റെ പരിപാടികൾ ഇതെല്ലാം നമ്മൾ നോട്ടീസിലിടും, വാട്സപ്പിടും, ആൾക്കാരെ വിളിക്കും. അവിടെ സ്വന്തമായിട്ടുള്ള സ്ഥലമുണ്ട്, സ്വന്തമായിട്ടുള്ള വലിയൊരു ഹാളുണ്ട്, മൈക്കുണ്ട്, മറ്റേ ചെയറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ആൾക്കാരെ വന്ന് കിട്ടാനായിട്ടൊരു 15-20 ആളെങ്കിലും കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം പരിപാടി ഇവിടെ നിങ്ങൾ എല്ലാ ശനിയാഴ്ച ഞാനവിടെ മീറ്റിങ്ങിൽ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളവിടെ ചെറുതിൽ പോയി നോക്കുക, അവിടെ സാഹിത്യം എന്നൊരു ഒരു സംഘടനയുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വായനശാലയുടെ ഇവിടുത്തെ ഗ്രാമീണ വായനശാലയുടെ തൊട്ടടുത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വായനശാലയിൽ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും പരിപാടി നടത്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ഭാരവാഹികൾ ആരാണെന്നോ സാറിന് എനിക്ക് ആരും അറിയില്ല. പ്രത്യേകിച്ച് ആരും എനിക്ക് ഇവിടെ ഇരിക്കുന്നതിൽ പാറപ്പുറത്തിന് ഞാൻ പരിചയമുണ്ട്. അദ്ദേഹം സഹൃദയവേദിയിൽ വരാറുണ്ട്. പിന്നെ നേരത്തെ മോഹനെ അറിയാൻ ചുരുക്കം പേര് എനിക്ക് അറിയുള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ പ്രവർത്തനത്തിന് വളരെയധികം സന്തോഷത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് ഇന്ന് സാറിന്റെ ഈ പ്രഭാഷണമല്ല, സാറിന്റെ ആ ഒരു നമ്മൾ നടന്ന വഴികൾ, സാർ നടന്ന വഴികളെ കൂടെ കുറച്ചു നേരമെങ്കിലും സഞ്ചരിക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള പരിപാടികൾ ഇനി തുടരട്ടെ. എനിക്ക് ഞാൻ മിക്കവാറും ഇനിയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഒരു മിനിറ്റ്, അതിൻ്റെ മറുപടി എനിക്ക് പറയാൻ തോന്നുന്നു. ഞാൻ ഒറ്റ മിനിറ്റ്. സന്തോഷമുണ്ട് സാറിനെ പോലെ ഒരാളുടെ
വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായിട്ടും ഇത് അത്തരത്തിലല്ല നമ്മൾ ഈ വേദിക്ക് രൂപം കൊടുത്തത് പ്രവർത്തിക്കുന്നതും. ഇത് മുഴുവൻ എഴുത്തുകാരുള്ള ഒരു സംഘടന, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൃശ്ശൂർ ലിറ്റററി ഫോറം എൻ്റെ 300-ൽ പരം അംഗങ്ങളുണ്ട്. എല്ലാവരും തന്നെ എഴുത്തുകാരാണ് എന്നതാണ്, അല്ല എഴുത്തിലേക്ക് വരുന്നവരാണ് ചെറിയ വിഭാഗം. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ തൃശ്ശൂർ ലിറ്റററി ഫോറം. തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെ സാംസ്കാരിക വേദി അല്ലെ എൻ്റെ പ്ലാറ്റ്ഫോമാണ് സാഹിതി. ഈ സാഹിതിക്കുള്ളിൽ ഈ നിരന്തരമായി പരിപാടി നടത്താനുള്ള സംവിധാനങ്ങൾ മാത്രമല്ല, നമുക്ക് പ്രവർത്തിക്കുന്ന ലൈബ്രറി ഉണ്ട്, ഭാഷാ പഠന കേന്ദ്രമുണ്ട്, നമുക്ക് സ്വന്തമായ പബ്ലിഷിംഗ് ഹൗസ് ഉണ്ട്, വാൻബിൽ പബ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് പുസ്തകങ്ങൾ ധാരാളം വെക്കാറുണ്ട്. എഴുത്തുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ രീതിയിലാണ് എല്ലാം ചെയ്തത്. അപ്പോൾ എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാർ നടത്തുന്ന സ്ഥാപനം എന്നുള്ള പ്രത്യേകത കൊണ്ടായിരിക്കാം ഈ സജീവത ഞങ്ങൾക്ക് എന്നും നിലനിർത്താൻ കഴിയുന്നു. പിന്നെ വലിയൊരു കെട്ടുറപ്പുണ്ട്, ഭിന്നതകളില്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞു. വലിയ 99%, 100% ഞാൻ പറയുന്നത് അഹങ്കാരമായി മാറും, പക്ഷെ 99% ഒരു ഐക്യമുണ്ട്, കെട്ടുറപ്പുണ്ട്, അഭിപ്രായങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. ആ കെട്ടുറപ്പ് തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് പറഞ്ഞത്. അതിന് നിരന്തരമായിട്ട് അതുകൊണ്ട് തന്നെ പരിപാടികൾ നടന്നു പോകും. ഇന്നത്തെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ലിറ്റററി ഫോറം സ്ഥാപിതമായിട്ട് 4 വർഷം കഴിഞ്ഞു. സാഹിതി 2 വർഷം എടുക്കാണ്. 211ാമത്തെ പരിപാടിയാണ്. അതിൽ തന്നെ ഭൂരിപക്ഷ പരിപാടികളും ശനിയാഴ്ചകളിൽ ബ്രേക്കില്ലാതെ, ഒറ്റ ശനിയാഴ്ച പോലും മുടക്കമില്ല എന്ത് സംഭവിച്ചാൽ എന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. സാമാന്യ ഭേദപ്പെട്ട ആസ്വാദകർ കിട്ടാറുണ്ട്. നല്ല പ്രാസംഗികരെ നന്നായിട്ട് തന്നെ നമുക്ക് അധ്യാപകനെ പോലെ ക്ലാസ്സിലെടുത്ത് വീണ്ടും നമ്മൾ ക്ലാസ്സിലിരിക്കുകയാണല്ലോ. KBR സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. മാഷിൻ്റെ സംസാരം മുഴുവൻ വിദ്യാർത്ഥികളോടാണ്. അത്തരത്തിൽ വസന്ത മാഷിനെയും രത്നമ്മ ചേച്ചിയും പോലുള്ള നിരവധി എഴുത്തുകാരുടെ സാന്നിധ്യങ്ങൾ, രഘുനാഥ് സാറുണ്ട്, ഇവിടെയൊക്കെ സാന്നിധ്യങ്ങളൊക്കെ തരുന്ന അനുഗ്രഹീതമായ ഒരു ഇടം കൂടിയാണ് സാഹിതി എന്ന് പറയുന്നത്. പറയാനുണ്ട്, കുറ്റിമുക്ക് വായനശാല പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സാഹിതിയുടെ ഒരു വിശിഷ്ടാംഗത്വത്തിന് മുമ്പ് കൊടുക്കുക. സ്വാഗതം, അങ്ങേക്ക് അംഗത്വമുണ്ട്. സാറേ, ഒരു കുസൃതി ചോദ്യമാണ്. സാറ് ഡ്രാക്കുള ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ശരിക്കും ഞാൻ വളരെ ചെറുപ്പകാലത്താണ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര പേടി ആയിരുന്നു. കാരണം എൻ്റെ ചേച്ചി എപ്പോഴും ഞങ്ങളെ പേടിപ്പിക്കുകയും ചെയ്യും. രാത്രി ഡ്രാക്കുളയുടെ സ്വരമൊക്കെ ഉണ്ടാക്കി വീടിന് ചുറ്റും നടക്കുന്ന എൻ്റെ 2ാമത്തെ ചേച്ചി ഭയങ്കര പേടിപ്പിക്കും ഞങ്ങളെ. ഭയങ്കര, പക്ഷെ ഇൻട്രസ്റ്റ് ആണ് താനും. ഇത് കേൾക്കുകയും വേണം, കാണുകയും വേണം, പക്ഷെ പേടിയുണ്ട്. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, സാറ് എങ്ങനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ അങ്ങനെ പേടിപ്പെടുത്തുന്ന ഇതേപോലെ കുറെ വാക്കുകൾ എപ്പോഴെങ്കിലും അതിനുവേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ഈ തർജ്ജമ ചെയ്യാൻ നേരത്ത്? കാരണം ആ കൊട്ടാരങ്ങൾ വർണ്ണിക്കുമ്പോഴും ആ ഭീകരത പറയുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും തർജ്ജമയ്ക്ക് വേണ്ടി അങ്ങനെ സാർ അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ഒന്ന്? 2ാമത്തെ കാര്യം, സാറ് എപ്പോഴെങ്കിലും ഡ്രാക്കുള രാമകൃഷ്ണൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? കാരണം അത്രയ്ക്ക് എല്ലാവരും ആയിട്ടുണ്ട്. രവീന്ദ്ര സാറായിട്ടുള്ളൊരു അനുഭവം പറയുകയാണ്. സാറ്, ഞാൻ ഡയറക്ടറായിരുന്ന സമയത്ത് എൻ്റെ മന്ത്രിയായിരുന്നു. പല കാര്യങ്ങളും സാറായിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ടാവും. പല ആളുകളും സാറിൻ്റെ അടുത്ത് റെക്കമെൻഡേഷന് വരും. സാർ അപ്പോൾ പതുക്കെ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഫോൺ ചെയ്ത് പറയും, ഡോക്ടർ ഇന്ദിര, ഞാനൊരാളെ അയക്കുന്നുണ്ട്. പതുക്കെ സാറ് നദി പറയും, പറ്റുന്ന പോലെ ഒന്ന് ചെയ്യാൻ മതി കേട്ടോ എന്ന് പറയും. എന്ന് വെച്ചാൽ വളരെ സൗഹൃദമായി നമുക്ക് സാറായിട്ട് ഫയലുകൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ റിട്ടയർ ആയപ്പോൾ സാധാരണ ഞാൻ അന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് KT ജലീൽ സാറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ റിട്ടയർ ആയപ്പോൾ KT ജലീൽ സാർ എന്നെ വിളിച്ചില്ലായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ സാറ് 31st എന്നെ വിളിച്ച് അങ്ങനെ ബാക്കിയുള്ള ലൈഫ് എൻജോയ് ചെയ്തിട്ട് ബാക്കി ലൈഫ് എൻജോയ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. അത്ര ഒരു സന്മനസ്, ഒരു ആളുകളോട് പെരുമാറാനും നമുക്ക്. ഞാൻ കുറച്ചു കാലം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തോളൂ. വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്നൊരു പഴയ അനുഭവം ഒന്ന് പങ്കുവെച്ചത്. ശരി സാർ. ഇതിലൊരു മറുപടി പറയേണ്ട പ്രശ്നമുണ്ടോ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയപ്പെട്ടു വന്നു. വായിക്കുന്ന സമയത്ത് തന്നെ, ആദ്യം വായിച്ചു കേട്ട സമയത്ത് തന്നെ ആകെ ഒരു
ഇല അണങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിക്കുമായിരുന്നു. ആ ബുക്കിൻ്റെ അന്തരീക്ഷം അറിയാമില്ല, ഒരു അനുഭവം വായിച്ചതല്ല. ആ ബുക്കിൻ്റെ അന്തരീക്ഷം അറിയാമല്ലോ. ഒരു ഇല അണങ്ങിയിട്ടുണ്ടെങ്കിൽ ജനലിൻ്റെ മുകളിൽ മറ്റേ ഗ്രാഫുകളുണ്ടെന്ന് തോന്നുന്നു. മറ്റേ കോമ്പല് കാണണം അവിടെ ജനലിൻ്റെ എന്താ പറയുക, ഈ കടവാതിലിനെ കാണുമ്പോൾ അവൻ്റെ വായലിക്കാണ് നോക്കാറ്. ഒരു കാലത്ത് രസമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യാന്നുള്ളത് അതിനൊരു വലിയ ലക്ഷ്യം അപ്പുറത്തുണ്ടായിരുന്നതുകൊണ്ട് ഭയം ഒന്നും എന്നെ തീണ്ടിയിട്ടേ ഇല്ല എന്ന് ഞാൻ കേമനാണെന്ന് പറയണേ. ചെയ്തു കൊടുത്ത് സമാധാനമായിട്ട് രാമക്കുള്ള രാമകൃഷ്ണനെ വിളിച്ചിട്ടുണ്ടോ? മഹാരാജീസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ മറ്റേ സീരിയലൈസ് ചെയ്ത് വരുന്ന സമയത്ത് കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ പറയുന്നു ഡ്രാക്കുള പോണു പോകുമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് അതൊക്കെ. അത് അതിൻ്റെതായ രസത്തിൽ എടുത്തിട്ടുണ്ട്. കാരണം കുട്ടികളാരും ശകാരിച്ചിട്ടില്ല എന്നെ. സന്തോഷത്തോടും ആദരത്തോടൊന്നും പല സ്നേഹത്തോടും കൂടി കുട്ടികൾ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വയലാർ രവി എന്നോട് സ്റ്റുഡൻ്റാണ്, വീട്ടിൽ വരാറുണ്ടായിരുന്നു പറഞ്ഞു. വരാറുണ്ടായിരുന്നത് അയാളുടെ പാർട്ടിയുടെ ആളാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അയാളുടെ പാർട്ടിയുടെ ആളാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വീട്ടിൽ നിരന്തരം വന്നത്. ഞങ്ങളുടെ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഏറ്റു. അതില്ലാത്ത പക്ഷം ഞങ്ങൾ എതിർത്തുള്ളൂ. എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഞാനിത് ഇലക്ഷന് ജയിച്ചിട്ട് ഇവിടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ജയിച്ചിട്ട് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ കോളേജിൽ ചെയ്യാം. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ രാഷ്ട്രീയം അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് എന്നെ അതിൽ പാകമല്ല ഇത് പറഞ്ഞ് ഞാൻ മാറിയുന്നതാണ്. എല്ലാവരുടെയും എനിക്ക് ആദരവും ഇപ്പോഴും ഉണ്ട്. പക്ഷേ യാതൊരു വ്യക്തിബന്ധവും കോളേജിൽ നിന്ന് വിട്ടതിന് ശേഷം ഞാൻ കണ്ടിട്ട് തന്നെയുണ്ടോ സംശയം. പക്ഷേ വളരെ നന്നായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കുട്ടികളെല്ലാവരും തന്നെ നടത്തണം. അതിലൊരു ഉദാഹരണം പറയുന്നത് മാത്രമേ വളരെ സ്നേഹത്തോട് മമതയോടാണ് സ്റ്റുഡൻസുകൊണ്ട് എന്നോട് പെരുമാറിയിട്ടുള്ളവർ. വിളിച്ചു പറയാറൊക്കെയുണ്ട്. ചാപ്പിള പോകുന്നതൊക്കെ വിളിച്ചു പറയാറുണ്ട് കുട്ടികൾ. ആദ്യൊരു സന്തോഷം സാറിന് അറിയിക്കട്ടെ. അരവിന്ദോ ഘോഷിനെ പറ്റി പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ വേദികളിൽ കേൾക്കാത്ത ഒരു പേരാണ് അരവിന്ദോ ഘോഷിന്റെ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അരവിന്ദോ ഘോഷിന്റെ ഒരു ആർട്ടിക്കിൾ ഒരിക്കൽ വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ ഉണ്ടായിരുന്നത് പൗരസ്ത്യവും പാശ്ചാത്യവുമായ എല്ലാ ചിന്താധാരകളുടെയും സമഞ്ജസമായ ഒരു സമന്വയമാണ് അരവിന്ദ ഘോഷിന്റെ പഠനങ്ങൾ എന്നുള്ള ഒരു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു പരിഭാഷ തപ്പി എൻ്റെ ഒരു വായനകാലത്ത് ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷെ കിട്ടിയില്ല. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താ വെച്ചാൽ, സാറിന്റെ ഈ 90 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും ഒരു 90 വർഷങ്ങൾ കൂടിയാണ്. അപ്പൊ സാറിന്റെ ഈ ഒരു ജീവിതകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി അടക്കം ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒരുപാട് വ്യക്തികൾ കടന്നു പോയിട്ടൊക്കെ ഉണ്ട്. സാറിനെ ഇത് എങ്ങനെയാണ് സ്വാധീനിച്ച് സാറിന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ, ജീവിത വീക്ഷണം, സാമൂഹിക വീക്ഷണം, അങ്ങനത്തെ കാര്യങ്ങൾ രൂപപ്പെടുന്നതിൽ ഇതില് ഏതൊക്കെ സംഭവങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ മതി, ഏതൊക്കെ സംഭവങ്ങൾ സാറിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഒരു വലിയൊരു അനുഭവമായിരിക്കും എന്ന് കരുതുന്നു. വളരെ വിശാലമായ ഒരു ചോദ്യമാണ്. വളരെ വലിയ ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് പറഞ്ഞവരെ കുറച്ച് പേര് 1, 2, 3 പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ മലബാറിൽ കേരളത്തിലല്ലാതെ പറഞ്ഞവരെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേരളത്തിലല്ല, പറഞ്ഞത്
മലബാറിൽ പൊന്നാനി താലൂക്കിൽ മലബാറിൽ മദ്രാസ് സ്റ്റേറ്റിൽ അന്ന് കേരളം ഇല്ലല്ലോ. കേരളം ഇല്ല എന്നുള്ളതിലാണ്. ഇതിന് ശേഷമാണ് കേരളം വരുന്നത് എന്ന്. പക്ഷേ ഈ കേരളം എന്ന ചിന്ത നമ്മുടെ സാഹിത്യത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നത് എന്നത് പ്രസക്തമായ കാര്യമാണെന്ന് തോന്നുന്നു. ഈ ഐക്യ കേരള പ്രസ്ഥാനം ഒരു വലിയ മൂവ്മെൻ്റായിട്ട് വലിയ എന്താ പറയുക ബഹളത്തോട് കൂടിയിട്ട് അടിവയ്ക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് വായിക്കാൻ തുടങ്ങുന്നത് എന്നർത്ഥം. കാലത്തൊക്കെ തിരുകൊച്ചി കഴിഞ്ഞിരിക്കുന്നു. കൊച്ചിയും തിരുവനന്തപുരവും കൊച്ചിയും ബാംഗ്ലൂരും തിരുവനന്തപുരവും കൊച്ചിയും വേറെ കിടന്നിരുന്നത് ഒരുമിച്ച് തിരുകൊച്ചിയാവുകയും കഴിഞ്ഞതിന് ശേഷം കൊല്ലങ്ങൾക്ക് ശേഷമാണല്ലോ മറ്റേ കേരളം വരുന്നത്. സ്വാതന്ത്ര്യത്തിനും ശേഷമല്ലേ. സ്വാതന്ത്ര്യം എന്ന സങ്കല്പം യാഥാർത്ഥ്യമായതിന് ശേഷവും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് കേരളം വരുന്നത്. അപ്പോൾ കേരളം എന്ന ഒരു സങ്കല്പം നമ്മൾ ഒരു ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, ഒരുമിച്ച് മുറിഞ്ഞ് കിടക്കേണ്ടതവരല്ല എന്ന ഒരു ധാരണ ദശാബ്ദങ്ങൾക്ക് മുമ്പ് 40കളിലാണ് ദശാബ്ദങ്ങൾക്ക് മുമ്പ് രൂപം കൊള്ളുകയും അത് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് വികസിക്കുകയും പ്രവർത്തനം ചെയ്യുന്ന കാലത്താണ് ഞാൻ വായിക്കാൻ തുടങ്ങുന്നത് എന്നത് ഒരു പക്ഷേ ആ മൂവ്മെൻറ്റ് എന്നെ സ്വാധീനിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതിലേക്ക് ഒരു കയ്യൊപ്പ് എൻ്റെ അസ്മിതയിൽ ഉണ്ടാകാൻ കാരണം. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബ്രിട്ടീഷ് രാജാവിന് സ്തുതി പാടുന്ന കാലത്തിലൂടെയാണ് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ മേജർ പോർഷൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ബ്രിട്ടീഷ് മഹാറാണിക്ക് ജയ പാടുന്ന കാലത്തിനാണ്. ആ ഒരു കാലത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇല്ലേ? 47 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് എന്തിനാ സ്വാതന്ത്ര്യം കിട്ടിയത്? വോട്ട് ഫോർ എന്നുള്ള അർത്ഥത്തിലല്ല, വോട്ട് ഫോർ എന്നുള്ള അർത്ഥത്തിലല്ല. എന്തിനാ സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാഹിബിൻ്റെ കസേരയിൽ ഇന്ത്യൻ സാഹിബുമാർ കയറിയിരിക്കാനും ഭരണം നടത്താനുമുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടിയത്. നമുക്ക് സാംസ്കാരിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടുണ്ടോ? രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോട് സാംസ്കാരിക സ്വാതന്ത്ര്യത്തെ വെളുപ്പിക്കാതെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് നമുക്ക് 47 കിട്ടിയത് അപൂർണമായ സ്വാതന്ത്ര്യമാണ്. ആ അപൂർണമായ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരന്തമാണ് നമ്മളിന്ന് അല്ലേ? ഇനി അത് വിശദീകരിക്കുന്ന ഒരു ദിവസം മുഴുവൻ. പിന്നെ ഞാൻ രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയം എനിക്ക് അറിഞ്ഞൂടാ. കാരണം ആ ഒരു എൻ്റെ രംഗമല്ല എന്നെ രാഷ്ട്രീയക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. പാലക്കാട്ട് ജോലി ചെയ്ത കാലത്ത് അവിടെ ഈ പത്മനാഭനുണ്ടായിരുന്നു. പിന്നീട് MLA ഒക്കെ ആയിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്കിൽ മരിച്ച മനുഷ്യനില്ലേ, പിന്നെ എന്താ പറയുക, NGO യൂണിയൻ്റെ നേതാവ് ഈ പത്മനാഭൻ. ഞങ്ങളവിടെ ഒരു പായലാണ് കിടന്നിരുന്നത്. അവിടെ
അന്നത്തെ എൻ ജി ഒ യൂണിയൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പായയായിരുന്നു, പായുടെ തലക്കലായിരുന്നു എൻ ജി ഒ യൂണിയൻ്റെ ഓഫീസൊക്കെ. ഇന്നിപ്പോൾ അവിടെ വടക്കേ സാറ്റിൻ്റെ അവിടെ വലിയ ബിൽഡിങ്ങില്ലേ, ഈ പത്മനാഭൻ സ്മാരക ബിൽഡിംഗ്, അങ്ങനെ കേരളത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ട്. എനിക്ക് അവിടെ ഗേറ്റിന് മുമ്പിൽ പോയി ഇരുന്നതേ ഞാൻ സന്തോഷത്തോടെ നോക്കിയിട്ടുണ്ട്. ആർക്കും അറിയില്ല, പക്ഷെ എൻ്റെ സന്തോഷം എനിക്കറിയാം. ഞങ്ങൾ ഇങ്ങനെ പായുടെ തലത്തിൽ റെസീബുക്കും റെക്കോർഡ്സും വെച്ചിട്ട് കെട്ടി കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് എൻ ജി ഒ യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല. എനിക്ക് ആരും വിശ്വസിക്കില്ല, ആദ്യം ബോധിപ്പിക്കേണ്ടതും അല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതൊക്കെ ഒരു അന്ന് പത്മനാഭന് ഒരുപാട് ശ്രമിച്ചതാണ് എന്നെ. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് വരാൻ പാപ്പന് ബോധ്യമായി രാമകൃഷ്ണൻ ഇതിന് കൊള്ളില്ല, അതുകൊണ്ട് തനിക്ക് ജീവിതം കഴിയുന്ന ചെയ്താൽ മതി, രാഷ്ട്രീയത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിന് അറിയും വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയതാണ് അന്ന് തന്നെ. അത് 56, 57, 58 കാലത്താണ്. കേരളത്തിലെ ചോദ്യപ്പെട്ടത് ഈ രാഷ്ട്രീയ ധാരകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എനിക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഞാൻ അതിനൊരു ഒരു വശത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ ഏതെങ്കിലും ഒരു കൊടിയുടെ വക്താവായി നിൽക്കുന്നത് എന്നെ സ്വയം പരിമിതിപ്പെടുത്തുകയാവുമെന്നുള്ളൊരു തോന്നലാവാം. ആഹാരത്തെ ആവാം, അല്ലെങ്കിൽ വിവരക്കേടാവാം. വിവരക്കേട് എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടം. ഈ വിവരക്കേടിൻ്റെ സംഹാരമാണ്.